സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് സ്റ്റിച്ചസ് ആണിത്. ലേസ് എഡ്ജിങ്, ഫെയറി ലൈറ്റ്, മാൻഡറിൻ സ്റ്റിച്ച്, ഗാർഡ് ട്രെയിൻകോട്ട് സ്റ്റിച്ച്, ക്ലോൺ ക്ലോവർ സ്റ്റിച്ച്, ഹോൾബിയൻ സ്റ്റിച്ച്, ഡാണി സ്റ്റിച്ച്, സ്റ്റെപ്പ് റണ്ണിങ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. സോ നെക്സ്റ്റ് വരുന്നതാണ് ലേസ് എഡ്ജിങ് സ്റ്റിച്ച്. ഇത് നമുക്ക് ഫൗണ്ടേഷനായിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഇട്ടു. ഇനി ഒരു കോൺട്രാസ്റ്റിംഗ് ഉള്ള ത്രെഡ് എടുത്തിട്ട് നമ്മൾ നീഡിൽ ആദ്യം താഴെ നിന്നാണ് പുള്ളി ചെയ്യുന്നത്. അതായത് ആ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ രണ്ട് സ്റ്റിച്ചിൻ്റെയും ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ നിന്ന് നമ്മൾ നീഡിൽ ഇതുപോലെ പുള്ളി ചെയ്തെടുത്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെയും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെയും താഴെ കൂടി നീഡിൽ പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ കൊണ്ട് നമ്മൾ എൻഡ് ചെയ്യിക്കും. സോ ഇതാണ് ലേസ് എഡ്ജിങ്. ഈ ഫെയറി ലൈറ്റ് സ്റ്റിച്ചിൽ നമ്മൾ യൂസ് ചെയ്യണം ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് പാരലൽ ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് റോയുടെ റണ്ണിങ് സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ നീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ കൂടി കൊണ്ടുവന്നിട്ട് താഴത്തെ റോയുടെ റണ്ണിങ് സ്റ്റിച്ചിൽ നിന്ന് നീഡിൽ ഇതുപോലെ തന്നെ മുകളിലേക്ക് ലൂപ്പ് ചെയ്തെടുക്കും. ഈ സെയിം പ്രോസസ്സ്, അതായത് ഒരു ഫസ്റ്റ് റോയുടെയും സെക്കൻഡ് റോയുടെയും മുകളിലും താഴെയുമുള്ള സ്റ്റിച്ചസ് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഫെയറി ലൈറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. സോ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ഓർക്കുക, രണ്ട് റണ്ണിങ് സ്റ്റിച്ച് പാരലായിട്ട് വേണം. അതിനുശേഷം നീഡിൽ ത്രെഡ് കോൺട്രാസ്റ്റിംഗ് ഉള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ രണ്ടെണ്ണത്തിൻ്റെയും താഴെ കൂടി മേളിൽ കൂടി ഇങ്ങനെ വെറുതെ നമ്മൾ ചുറ്റി പോകുന്നതാണ് നമ്മളുടെ ഈ ഫെയറി ലൈറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റിച്ചാണ് മെൻറ്ററിങ് സ്റ്റിച്ച്. മെൻറ്ററിങ് സ്റ്റിച്ചും ഇതുപോലെ തന്നെയാണ്. നമുക്ക് രണ്ട് റോ റണ്ണിങ് സ്റ്റിച്ച് വേണം. അത് ഇതുപോലെ തന്നെ പാരലായിട്ട് നമുക്ക് രണ്ട് റോ റണ്ണിങ് സ്റ്റിച്ച് എടുത്തിട്ട് തുടക്കം ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. അത് പിന്നെ താഴോട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും നമ്മൾ നീഡിൽ ഓരോ സ്റ്റിച്ചിൻ്റെയും താഴെ കൂടിയാണ് നമ്മൾ പാസ് ചെയ്യണത്. സോ അത് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാണ്. നെക്സ്റ്റ് സ്റ്റിച്ചാണ് ഗട്ടോട്ട് സ്റ്റിച്ച്. ഗട്ട് റെയിൻകോട്ട് എന്നാണ് എൻ്റെ പേര്. ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ നമ്മൾ രണ്ട് റോ റണ്ണിങ് സ്റ്റിച്ച് എടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്നത് സ്റ്റെപ്ഡ് റണ്ണിങ് ആണ്. അതായത് നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്താണ് നമ്മളിവിടെ റണ്ണിങ് സ്റ്റിച്ച് സെക്കൻഡ് റോയിൽ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം സ്റ്റെപ്ഡ് റണ്ണിങ് എന്താണെന്ന്. സോ ഗട്ട് റെയിൻകോട്ട് സ്റ്റിച്ചിൽ ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ് എപ്പോഴും മേളിൽ കൂടി തന്നെയാണ്. അത് മേളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ മേളിലത്തെ സ്റ്റിച്ചിൻ്റെ താഴെ കൂടി നീഡിൽ പാസ് ചെയ്തിട്ട് താഴെയുള്ള റോയുടെയും താഴെ കൂടി ആദ്യം പാസ് ചെയ്തിട്ട് പിന്നെ അത് ചുറ്റി വീണ്ടും മേളിലത്തെ ഫസ്റ്റ് സ്റ്റിച്ചിൽ പോയിട്ട് മേളിലത്തെ സെക്കൻഡ് സ്റ്റിച്ചിൽ വന്നു, പിന്നെ താഴത്തെ ഫസ്റ്റ് സ്റ്റിച്ചിൽ വരുന്നു. ഈ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ക്ലിയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെറ്റിൽ വരുന്ന ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഇതും നമ്മൾ എന്താ പറയുക പെർഫോം ചെയ്യുന്നത് സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ബേസ് വെച്ചിട്ടാണ്. സോ ഇതിൽ വരുന്നത് ഇതിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ പേരാണ് ക്ലോൺ ക്ലോവർ സ്റ്റിച്ച്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ തന്നെ സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഒരു കോൺട്രാസ്റ്റിംഗ് കളർ നീഡിലെടുത്തിട്ട് നമ്മൾ ആക്ച്വലി നെക്സ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെ നിന്നാണ്. സോ താഴെ നിന്ന് നമുക്കൊരു കോൺട്രാസ്റ്റിംഗ് കളറിൽ നീഡിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ നീഡിൽ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് റോയിലേക്ക് പിന്നെ സെക്കൻഡ് റോയിലേക്കും നമ്മൾ ത്രെഡ് പാസ് ചെയ്യും. സോ അതിനുശേഷം നമുക്കിതൊരു ട്വിസ്റ്റഡ് അപ്പിയറൻസിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെയും ബാക്കിൽ സൈഡിൽ കൂടിയാണ് നമ്മൾ ത്രെഡ് പാസ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്തു. പിന്നെ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന ത്രെഡിൻ്റെ ബാക്കിൽ കൂടി നൂലെടുത്ത് വലിച്ച് താഴോട്ട് കൊണ്ടുവരും. സോ ഈ പ്രോസസ്സ് ഇങ്ങനെ പതിയെ റിപ്പീറ്റ് ചെയ്യാം. എല്ലാത്തിൻ്റെയും ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എല്ലാ സ്റ്റിച്ചസിൻ്റെയും നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് ത്രെഡ് പാസ് ചെയ്തിട്ട് ഒരു ട്വിസ്റ്റഡ് അപ്പിയറൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ കണ്ട് മനസ്സിലാവും. കാരണം ഈ സ്റ്റിച്ചസിനകത്ത് നമ്മളിപ്പോൾ കണ്ടതിനകത്ത് കുറച്ച് ഇത്തിരി കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ളത് ഈ ഒരു സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ച്. ഇനി വരാൻ പോകുന്ന സ്റ്റിച്ച് ഒരു 2-3 ടൈപ്പ് കൂടിയുണ്ട്. അത് നമ്മളിതിൻ്റെയൊക്കെ ബേസ് സ്റ്റിച്ചിൻ്റെ തന്നെ 1-2 വീഡിയോ ആണ് നേരത്തെ പറഞ്ഞാൽ തന്നെ സ്റ്റെപ്പ് റണ്ണിങ്, അതുപോലെ തന്നെ വാട്ട് ഈസ് ഡാണിങ് സ്റ്റിച്ച്, അതാണ് ഇനി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഹോൾബിൻ സ്റ്റിച്ചാണ്. ഹോൾബിൻ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ എല്ലാം പാരലായിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഓരോ സ്റ്റിച്ചസ് കൊടുത്തിട്ട് നമ്മൾ ഇത് ബാക്കിലോട്ട് വീണ്ടും നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് ഹോൾബിൻ സ്റ്റിച്ച്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഹോൾബിൻ സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് പാറ്റേൺ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ബേസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക, സാധാരണ കൊടുക്കുന്ന പോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്യാപ്പുള്ള സ്ഥലങ്ങൾ ഫില്ല് ചെയ്ത് ബാക്കിൽ കൂടി ത്രെഡ് പാസ് ചെയ്യുക. സോ ഇതാണ് ഹോൾബിൻ സ്റ്റിച്ചിൻ്റെ 2 ടൈപ്പ് സ്റ്റിച്ച്. പിന്നെ ഇപ്പോൾ കാണുന്നത് സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് കുറച്ചധികം റോസ് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ഡാണിങ് സ്റ്റിച്ചിൽ വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ റണ്ണിങ് സ്റ്റിച്ചസ്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ചധികം റണ്ണിങ് സ്റ്റിച്ചസ് നമ്മളിപ്പോൾ ഒരു 4 ക്ലാസ്സായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ
സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറെ സ്റ്റിച്ചസ് പരിചയപ്പെടാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.